കോർപ്പറേറ്റ് കമ്പനിയിലെ അമിത ജോലി സമ്മർദ്ദം എറണാകുളം സ്വദേശിനി അന്ന സെബാസ്റ്റ്യന്റെ ജീവൻ എടുത്തിട്ട് 1 വർഷം. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന അന്ന സെബാസ്റ്റ്യൻ കഴിഞ്ഞ ജൂലൈ 20-നാണ് താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണ് മരിച്ചത്. ദേശീയ തലത്തിലടക്കം അന്നയുടെ മരണം ചർച്ചയാവുകയും കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആരോപണ വിധേയർക്കെതിരെ ഇനിയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്വപ്നം കണ്ടൊരു കരിയറിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഓടിക്കയറാനായതിന്റെ സന്തോഷവും ആകാംക്ഷയുമായിരുന്നു ജോലി ലഭിച്ച ആദ്യ ദിവസങ്ങളിൽ അന്ന സെബാസ്റ്റ്യന്. ഓരോ ദിവസം കഴിയും തോറും തുടക്കക്കാരിക്ക് താങ്ങാൻ കഴിയാത്ത വിധം ജോലിഭാരം കമ്പനി അവളിലേക്ക് അടിച്ചേൽപ്പിച്ചു. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ പുനെ ക്യാമ്പസിലെ ജോലിഭാരത്തെക്കുറിച്ച് മാതാപിതാക്കളോട് അന്ന സൂചിപ്പിച്ചിരുന്നു. മടങ്ങിവരാൻ മാതാപിതാക്കൾ നിർബന്ധിച്ചുവെങ്കിലും ആദ്യ ജോലിയായതിനാൽ മാനേജറുടെ അധിക സമ്മർദ്ദങ്ങൾക്കിടയിലും അന്ന മുന്നോട്ടു പോയി. മരണപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലും അന്നയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണവുമാണ് കാരണമെന്ന് പറഞ്ഞ ഡോക്ടർമാർ വിശ്രമം വേണമെന്ന് കർശന നിർദ്ദേശവും നൽകി. എന്നാൽ അമിത ജോലിഭാരത്തിൽ നിന്ന് ഒരിളവും കമ്പനി നൽകിയില്ല. ഒടുവിൽ ജോലിക്ക് കയറി 4 മാസം തികയും മുൻപ് അന്നയുടെ ജീവൻ നഷ്ടമായി. പുനെയിലെ താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണായിരുന്നു മരണം. 27-കാരിയായ അന്നയുടെ മരണകാരണം ഹൃദയാഘാതം മൂലമാണെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. മരണശേഷം കുടുംബത്തിന്റെ പരാതി ശ്രദ്ധയിൽപ്പെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിഷയത്തിലിടപെട്ടു. കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ ആശാവഹമായി ഒന്നും സംഭവിച്ചില്ല. കുടുംബം ആരോപണമുന്നയിച്ച മേലുദ്യോഗസ്ഥർ ഇപ്പോഴും കമ്പനിയിൽ തുടരുന്നു. പുനെയിൽ നടന്ന അന്നയുടെ CA ബിരുദദാന ചടങ്ങിൽ പോലും കൃത്യസമയത്തെത്താൻ കഴിയാത്ത വിധമുള്ള ജോലിഭാരമാണ് അന്നയുടെ മേൽ കമ്പനി അടിച്ചേൽപ്പിച്ചിരുന്നതെന്ന് മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു. കോർപ്പറേറ്റ് മേഖലയിലെ അമിത ജോലിഭാരവും അനാവശ്യ സമ്മർദ്ദങ്ങളും നിയന്ത്രിക്കാൻ അന്നയുടെ മരണത്തോടെ സർക്കാർ തലത്തിൽ ഇടപെടലുണ്ടാകുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ അത്തരത്തിൽ പ്രതീക്ഷ നൽകുന്ന ഒരിടപെടലും തുടർന്ന് എവിടെ നിന്നും ഉണ്ടായില്ല. ന്യൂസ് മലയാളം, കൊച്ചി.